നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ വർദ്ധിക്കുമ്പോൾ അവർക്ക് ചില സൂചനകൾ ലഭിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്ന് വരാം. അത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങൾ, അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളും, പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടക്കാതെ അപ്രതീക്ഷിതമായി പല വ്യക്തികളിൽ നിന്നും ചതി ഏൽക്കേണ്ടതായി വന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നത് നിങ്ങളുടെ വിഷമം ഇരട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച അല്ലെങ്കിൽ വിശ്വസിച്ച പലരും നിങ്ങളെ വളരെയധികം ചതിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സ് വിഷമിപ്പിക്കുന്നതായ രീതിയിൽ സംസാരിച്ചിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം നിങ്ങളിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച്, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങൾ പലതും മറ്റുള്ളവർ തെറ്റായ രീതിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടായിരിക്കുന്ന ഗുണാനുഭവങ്ങളുടെ ക്രെഡിറ്റ് മറ്റ് വ്യക്തികൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷമമോ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ നല്ല മനസ്സിന് ഒരു ഫലം, അനുകൂലമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ നല്ല കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ പറയാം. കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇനി കാണുവാനായി സാധിക്കുക. പല കാര്യങ്ങളിലും ഇപ്രകാരം മുന്നോട്ട് പോയാൽ പോരാ. സ്വാതന്ത്ര്യം ലഭിക്കണം, അല്ലെങ്കിൽ അല്പം സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാണ്. പുതുതായി ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയോ വിചാരിക്കാതെ തന്നെ ചില ഗുണാനുഭവങ്ങൾ ഭഗവത് പ്രീതിയാൽ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പരിശ്രമങ്ങൾ അനിവാര്യമായ സമയം തന്നെയാണ്. എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഫലം ലഭിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. ചിലരുടെ വാക്കുകൾ കേട്ട് അഭിപ്രായങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. അല്ലെങ്കിൽ മുൻപും ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഇനി മുതൽ എന്ത് കാര്യവും ശ്രദ്ധിച്ച് ചെയ്താൽ
അർഹമായ ഒരു ഫലം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകും എന്ന് തന്നെ കാണുന്നു. ഈ സമയം ഒന്നിൽ കൂടുതൽ തവണ ചിന്തിക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യും. മാറ്റങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന് നിസ്സംശയം പറയാം. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. പൊയ്മുഖം കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. നിങ്ങൾക്കൊപ്പം ആരുണ്ടാകും അല്ലെങ്കിൽ ആര് നിങ്ങളെ അംഗീകരിക്കും എന്നൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യത കൂടുതലാണ്. തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ കാണുവാനായി സാധിക്കുന്നത്. ഭാവിയിലേക്ക് പല കാര്യങ്ങളും കരുതി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട പല ചിന്തകളും ദുഃഖങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും നിങ്ങളുടെ ബുദ്ധി വൈഭവം പ്രകടമാക്കുവാൻ സാധിക്കും. ബുദ്ധി തെളിയും എന്ന് തന്നെ കാണുന്നു. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു അവ്യക്തത കുറവ്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. അതായത് വ്യക്തത ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതിനാൽ വ്യക്തത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ സ്വന്തം കാലിൽ നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് എങ്കിൽ നിങ്ങൾക്കതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ കഴിവുകൾ, ആത്മവിശ്വാസം, അതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പവർഫുള്ളായ വ്യക്തികളായി തന്നെ നിങ്ങൾ ജീവിതത്തിൽ മാറാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായി മറ്റുള്ളവരെ ഭയക്കാതെ ജീവിക്കുവാൻ, അവർ ചെയ്യുന്നതായ ദോഷകരമായ കാര്യങ്ങളെ തരണം ചെയ്ത് തടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളെ പലപ്പോഴും തകർക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് അനാവശ്യമായ ചിന്തകൾ. അതിപ്പോഴും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ പോസിറ്റീവായ ചിന്തകൾ പലപ്പോഴും ജീവിതത്തിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന കാര്യവും ഓർക്കുക. ഒന്നിൽ കൂടുതൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ചിലർ നിങ്ങളെ പല രീതിയിലും സഹായിക്കാം എന്ന രീതിയിൽ വന്നു എന്ന് വരാം. അത്തരം വ്യക്തികളെ കൂടുതൽ മനസ്സിലാക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. എന്നാൽ ചില വ്യക്തികൾ നിങ്ങളെ ചതിക്കുവാൻ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ചിലർക്ക് നിങ്ങളോട് വളരെയധികം അസൂയ ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് ചില യാത്രകൾ സഫലമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നും കാണുവാനായി സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഠിനാധ്വാനം, ഭാഗ്യം എന്നിവയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഇവ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഏത് കാര്യത്തിലും നന്മ കണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ അല്ലെങ്കിൽ പലവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് പോലും വരാം. ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കപ്പെടുന്ന ദിവസം കൂടിയാണ്. തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാഴ്ചപ്പാടുകൾ ഉയർന്നതാകേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു. തീർച്ചയായും നിങ്ങളുടെ കഴിവുകൾ ഭഗവാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായ കാര്യങ്ങൾ
അത് മനസ്സിൽ നിന്നും ആയാതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകേണ്ടതും അനിവാര്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത്തരം ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കും. ഭഗവാന്റെ സംരക്ഷണം അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ഭഗവാൻ നൽകുന്ന ആ പോസിറ്റീവായ ഊർജം അത് നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക.